വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീടുകളിലെ മാലിന്യം സംസ്കരിക്കുന്നതിന് ഹരിതകർമ്മ സേന വഹിക്കുന്ന പങ്ക് ചെറുതല്ല. എന്നാൽ ഈ സേവനത്തിന് നൽകേണ്ട യൂസർ ഫീസിനെ കുറിച്ച് പലർക്കും സംശയമുണ്ട്. മാലിന്യം നൽകാത്ത മാസങ്ങളിലെ യൂസർ ഫീസ് നൽകണമോ, യൂസർ ഫീസ് മാലിന്യം ഇല്ലാത്ത മാസങ്ങളിലെ യൂസർ ഫീസ് നൽകണോ എന്ന് പലർക്കും സംശയമുണ്ട്. പഞ്ചായത്തുകളിലെ മടിക്കുന്ന ഉൾപ്പെടെ തടസ്സപ്പെടുമോ യൂസർ ഫീ നൽകിയില്ലെങ്കിൽ, മുനിസിപ്പാലിറ്റിയിലെ മറ്റ് സേവനങ്ങൾ മുടങ്ങുമ്പോൾ തുടങ്ങി പല കാര്യങ്ങൾക്കും പലർക്കും സംശയങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇതിനെപ്പറ്റി പല രീതിയിലുള്ള സംശയങ്ങൾ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ പലരും അനാവശ്യ മെസ്സേജുകൾ അയക്കുന്ന കാരണം, അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാരണം പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒട്ടേറെ സംശയങ്ങളാണ് വരുന്നത്. രാഷ്ട്രീയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നിയമങ്ങൾ യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാകുന്നത്. ഒരു കാലത്ത് കേരളത്തിൽ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ആജീവ മാലിന്യങ്ങൾ വലിയ രീതിയിൽ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും ഈ പ്ലാസ്റ്റിക് വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു. പൊതുവഴിയിലും തോടുകളിലും ആളൊഴിഞ്ഞ പറമ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ അലക്ഷ്യമായ പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിയുന്നത് വർദ്ധിച്ചു. ഇതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള മലിനീകരണങ്ങൾ, വിവിധ അസുഖങ്ങൾ ഒക്കെ ഇതിന് കാരണമായി. ഇത് തടയാൻ ഭാഗമായാണ് സർക്കാർ കുടുംബശ്രീ യുവകരണം ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. കുടുംബശ്രീയായിട്ട് ചേർന്ന് ഹരിതകർമ്മ സേന രൂപീകരിച്ചത്. ഹരിതകർമ്മ സേനയുടെ അംഗങ്ങൾ ശമ്പളം കൈപ്പറ്റുന്ന സർക്കാർ ജീവനക്കാരാണെന്ന് പൊതുജനം കരുതുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇവർക്ക് തുച്ഛമായ ശമ്പളം മാത്രമാണ് ലഭിക്കുന്നത്. അവിടെ തൊട്ട് അടുത്ത് താമസിക്കുന്ന കുടുംബശ്രീ അംഗങ്ങളായ സാധാരണക്കാർ സ്ത്രീകളാണ് ഇതിൽ അംഗങ്ങൾ. വെയിലത്തും മഴയത്തും കഠിനാധ്വാനം ചെയ്ത് ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങി ങ്ങളിലും പോയി മാലിന്യങ്ങൾ ശേഖരിക്കുക എന്നാണ് അവരുടെ പ്രധാന ഉത്തരവാദിത്തം. അതും ഈ പൊരി വെയിലത്ത്. അവർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ക്ലീൻ കെയർ കമ്പനിയിലെത്തിച്ച് പല ഭാഗങ്ങളായി എത്തിച്ച് പല വിഭാഗങ്ങളായിട്ടാണ് ഈ കമ്പനിയിലെത്തിച്ച് കൈമാറുന്നത്. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പല സൈക്കിളായാണ് റീകെയർ സംഘങ്ങളായി തിരിക്കുന്നത്. ഈ സൈക്കിൾ യൂണിറ്റിലേക്ക് കൈമാറുമ്പോൾ പ്ലാസ്റ്റിക് നൽകുന്നില്ലെങ്കിൽ എന്തിനാണ് പണം നൽകേണ്ടത് ആവശ്യം എന്നാണ് പൊതുജനങ്ങളുടെ വ്യാപകമായുള്ള ചോദ്യം. ഉയർത്തുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെയാണ് നിയമപരമായി നിൽക്കുന്നത്. പണം നൽകുന്ന തുക മാലിന്യങ്ങളുടെ തൂക്കത്തിന് ഭാരത്തിന് നൽകുന്ന ഒന്നുമല്ല. മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതിന് വലിയൊരു തുക തന്നെ ചെലവാകുന്നുണ്ട്. ഹരിതകർമ്മ സേനയുടെ തുക ഇതിൽ ഉൾപ്പെടുന്നു. പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് നൽകുന്ന ഒരു ചെറിയ തുക മാത്രമാണിത്. നിങ്ങളുടെ സ്ഥലത്ത് മാലിന്യ സ്ഥാപനം സ്ഥിരമായി പ്രവർത്തിക്കുന്നതിന് സേവന ഫീസ് അഥവാ പങ്കാളിത്ത തുകയാണിത്. വീട്ടിൽ ഒരു മാസത്തെ പ്ലാസ്റ്റിക് ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ പോലും ആ മാസത്തെ ജീവനക്കാരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഈ തുക നൽകേണ്ടത് ആവശ്യമാണ്. വെറുതെ പ്ലാസ്റ്റിക്കുകളോ മാലിന്യങ്ങളും മാത്രമല്ല, നമ്മുടെ വീടുകളിൽ കുന്നുകൂടുന്ന മരുന്ന് സ്ട്രിപ്പുകളും
പഴയ മൊബൈൽ ഫോൺ വയറുകൾ, ചാർജ് കേബിളുകൾ എന്നീ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ശേഖരിക്കുന്നതാണ്. ചില്ലുകുപ്പികൾ, ഗ്ലാസുകൾ, പഴയ പാൽ കവറുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും. എല്ലാം ഇവർ ശേഖരിക്കും. പ്ലാസ്റ്റിക് അല്ല എന്ന് കരുതി ഇവ വീട്ടിലിരുന്ന് കത്തിക്കുന്നത് അന്തരീക്ഷ മാലിന്യം സൃഷ്ടിക്കാൻ കാരണമാകും. ഇത് ഡയോക്സിൻ പോലെ ഗുരുതര വിഷം പുറത്തുവിടാനും ഇത് ശ്വാസകോശ സംബന്ധമായി പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും വലിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും. അർബുദത്തിനും കാരണമാകും. കേരളത്തിലെല്ലാ ഇതിനും ഒരേ നിരക്കിലല്ല ഈ വിസ ഈടാക്കുന്നത്. ഗ്രാമത്തിൽ 50 രൂപയായിരിക്കുമ്പോൾ തൊട്ടടുത്ത ഗ്രാമത്തിൽ ചിലപ്പോൾ 100 രൂപയായിരിക്കും. ാകട്ടെ 150 രൂപ വരെ ആകാം. ഓരോ ജനസേവാ കേന്ദ്രങ്ങളിലും വ്യത്യസ്ത തുകയാണ്. ജനസ്വാതന്ത്ര്യ കോർപ്പറേഷൻ്റെ ഇത് നോക്കിയാണ് വ്യത്യസ്ത തുക വരുന്നത്. അവയിലും കോർപ്പറേഷനും ദിവസേന ടൺ കണക്കിന് മാലിന്യങ്ങളാണ് കുന്നുകൂടുന്നത്. കൂടാതെ ഇത് കൂടുന്നതിന് കൂടുതൽ വാഹനങ്ങളും ജീവനക്കാരും യന്ത്ര സാമഗ്രികളും ആവശ്യമായി വരുന്നു. കൂടാതെ വ്യത്യസ്തമായ നിരക്കുകളാണ് പുറത്തു വരുന്നത്. ഈ ഉയർന്ന ചെലവ് കണക്കിലെടുത്താണ് ചെലവ് നിശ്ചയിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ നിശ്ചയിക്കുന്ന തുക അടയ്ക്കാൻ പൊതുജനങ്ങൾ ബാധ്യസ്ഥരാണ്. കൊടുത്തില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സ്വത്ത് ലിങ്ക് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റേ സർക്കാർ സേവനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന പേടിയിലാണ് ആളുകൾ. നിയമപരമായി പരിശോധിച്ചാൽ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പ്രകൃതി നിയമം കണക്കിലെടുത്താൽ ഇത് ഈ മാലിന്യങ്ങൾ നീക്കുന്നത് അത്യാവശ്യമാണ്. ആരോഗ്യകരമായ പുതിയൊരു തലമുറ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കൂ. വ്യത്യസ്ത വൃത്തിയായി സൂക്ഷിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയായതിനാൽ ഇത് നിയമങ്ങൾ ലംഘിക്കുന്നതിനെതിരെയും യൂസർ ഫീസ് കുടിശ്ശിക വരുത്തുന്നതിന്റെ പേരിൽ കർശന നടപടികളുണ്ടാകും. ഈ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യൂസർ ഫീ മേടിക്കുന്നൊപ്പം യൂസർ ഫീ കാർഡുകളും കൂടെ പരിശോധിച്ച് ഇത് പരോക്ഷമായി മറ്റ് സേവനങ്ങളെ ബാധിച്ചേക്കാം. മാലിന്യ സംസ്കരണത്തിൽ പൗരന്മാർക്ക് കൃത്യമായ ഉത്തരവാദിത്തം ഉള്ളതുപോലെ തന്നെ കൃത്യമായ അവകാശങ്ങളുമുണ്ട്. നിങ്ങളിൽ നിന്ന് ഈടാക്കുന്ന യൂസർ ഫീ ഏത് ഭരണയുടെ പക്കൽ നിന്നാണെന്ന് ചോദിച്ചാലേ നിങ്ങൾക്ക് അവകാശമുണ്ട്. അതിനുള്ള രസീത് നിങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഹരിതകർമ്മസേനയുടെ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുന്നില്ലെങ്കിൽ അത് പരാതി നൽകണ വാർഡ് മെമ്പറെ അറിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ആക്ഷനും ഉണ്ടാകില്ല. നിങ്ങളുടെ അവകാശമാണ്. ഹരിതകർമ്മസേന വീട്ടിലെത്തി വേസ്റ്റുകളൊക്കെ എടുത്തുകൊണ്ട് പോകണം അത് നിങ്ങളുടെ അവകാശമാണ്. അത് നിങ്ങൾക്ക് പാലിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാൻ ഇപ്പോൾ സാധിക്കുന്നതാണ്. വന്ന ഹരിതകർമ്മസേനയോട് രസീത് ചോദിച്ചു വാങ്ങുക. ഇപ്പോൾ ഓരോ വീടുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സർവസേന വനം എന്ന നിയമമുണ്ട്. മാസത്തിലൊരിക്കൽ വരണം പരിശോധിക്കണം എന്ന നിയമമുണ്ട്. പാലിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരാതിയും പെടാം. ഇതിൽ വീഴാതെ സുഗമമായി നിങ്ങൾ കറക്റ്റായ ഡിസിഷൻ എടുത്താണ് ഇത് ചെയ്യേണ്ടത്. വന്ന് ഇത് എടുക്കുന്ന ആളോട് രസീത് ചോദിച്ചു വാങ്ങുക.
ഇപ്പോൾ ഇതാ പല സ്ഥാപനങ്ങളിൽ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ വഴിയോ ഓൺലൈൻ പോർട്ടലുകൾ വഴിയോ ചോദിച്ചു വാങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട്. രാജ്യപ്രചരണം വിശ്വസിക്കാതെ സുഗമമായ രീതിയിൽ രസീത് ചോദിച്ചു വാങ്ങുക. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.